കുഞ്ചു സട്ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. നമ്മൾ പ്രധാനമായിട്ടും ഈ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓർണമെൻ്റൽ ഫിഷുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ജാപ്പനീസ് കൊയ് കാർപ്പിനെ കുറിച്ചാണ്. ഈ ഓർണമെൻ്റൽ ഫിഷുകളിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഭംഗിയും രൂപവും കളറും ഒക്കെ ഉള്ള എല്ലാം ഒത്തിണങ്ങിയ ഒരു ഫിഷാണ് ഓർണമെൻ്റൽ ഫിഷാണ് ജാപ്പനീസ് കൊയ് കാർപ്പ്. ഇത് ഏകദേശം 3 അടി വരെ വലിപ്പം വെക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ കുറച്ച് ജാപ്പനീസ് കൊയ് കളക്ഷൻസ് ഉണ്ട്, നമുക്കതൊന്ന് കാണാം. ഇതെൻ്റെ ജാപ്പനീസ് കൊയ് കളക്ഷനാണ്. ഇവരെ സംബന്ധിച്ച് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഫിഷാണ് ജാപ്പനീസ് കോയി, അല്ലെങ്കിൽ ഇന്ത്യൻ കോയി ആണെങ്കിലും കാർപ്പാണെങ്കിലും തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഫിഷാണ്. കാരണം ഇത് ഏത് കാലാവസ്ഥയും തരണം ചെയ്യാനും ഏത് തരം ഫുഡുകൾ കഴിക്കാനും ഇവർക്ക് പറ്റും. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ജാപ്പനീസ് കോയിസ് പൂർണ്ണമായിട്ടും വെജാണ് കഴിക്കാറെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് എല്ലാത്തരം നോൺ വെജുകളും ഇത് കഴിച്ചിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും എഗ്ഗാണ് എങ്കിലും ചെമ്മീനാണെങ്കിലും ഏത് തരം ഫുഡും ഇവർക്ക് ഇഷ്ടമാണ്. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരു ഫിഷാണ് ഈ കോയ് കാർപ്പ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഒരു ഫിൽട്രേഷൻ നിർബന്ധമാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഫിൽട്രേഷനാണ്. ഇതിൽ മണിക്കൂറിൽ ഏകദേശം 1400ഓളം ലിറ്റർ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ കഴിയുന്ന ഫിൽറ്ററാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 10.5 വരുന്ന ഫിഷ് ടാങ്കാണ്. സിമെൻറ്റ് ടാങ്കിലാണ് ഞാൻ കോയ് കാർപ്പിനെ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് വേഗം ഫിഷ് ലൈസ്, അതുപോലെ ആങ്കർ വേംസ് തുടങ്ങിയ പാരസൈറ്റുകളുടെ ആക്രമണം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ഇവർക്ക് അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഷോവ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതുപോലെ തന്നെ കുഹാക്കു, ടാഞ്ചോ, കുക്കാക്കു അങ്ങനെയുള്ള കുറച്ച് ബ്രീഡുകൾ കൂടെ ഇതിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും.